കുടുംബം എന്ന് പറയുമ്പം അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് അല്ലേ? മനുഷ്യർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, എല്ലാം പറയാൻ പറ്റുന്ന, എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റുന്ന, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസ കേന്ദ്രമായിട്ടുള്ള, അവൾ പറയല്ലോ മസ്കൻ അല്ലേ, സമാധാനത്തിൻ്റെ കേന്ദ്രമാണ്. നല്ല ഓഡിറ്റോറിയാണ്, നല്ല പാർക്കുണ്ട്, ഓടിച്ചെന്ന് കാണാനും കളിക്കാനും പറ്റിയൊക്കെ അന്തരീക്ഷം ഉണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം നിങ്ങളിവിടെ നിന്നോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? വീട്ടിലേക്ക് പോകണം, കുടുംബത്തിനെ കാണണം, മക്കളെ കാണണം, അയൽവാസിയെ കാണണം. ഇതാണ് കുടുംബം എന്ന് പറയുന്നത്. വലിയ ഒരാകർഷണത്തിൻ്റെ കേന്ദ്രമാണ്. മനുഷ്യന് അവൻ്റെ സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്ന, ശീലങ്ങൾ പഠിപ്പിക്കുന്ന, പെരുമാറ്റങ്ങൾ പഠിപ്പിക്കുന്ന, അവൻ്റെ എല്ലാം ആകുന്ന കുടുംബം എന്ന് പറയുമ്പം എങ്ങനെയാ കുടുംബം രൂപപ്പെട്ടത്? അതിനെക്കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വമിൻ ആയാത്തിയൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വലിയൊരു ദൈവിക ദൃഷ്ടാന്തം, വലിയ രണ്ട് വ്യത്യസ്ത ചുറ്റുപാടിൽ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, രണ്ട് കുടുംബങ്ങളിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള രണ്ട് മനുഷ്യർ, ഒരാണും ഒരു പെണ്ണും, പരസ്പരം തൊടുവാനോ നോക്കുവാനോ പറ്റാത്ത രണ്ട് വ്യക്തികളെ വേർപിരിയാൻ വയ്യാത്ത ഇണകളാക്കി മാറ്റുന്നതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹത്തിൻ്റെ ഭാഗമായി VP കുടുംബത്തിലെ കാരണവർ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു ബീവിയിൽ നിന്ന്, ഒരു ഉമ്മയിൽ നിന്ന് അത് പടർന്നു പന്തലിച്ച് അത് മക്കളായി മരുമക്കളായി പേരമക്കളായി ഇന്ന് വലിയൊരു തലമുറകളുടെ ആൾക്കാരായി നിങ്ങൾ വളർന്നു എന്നത് സത്യം തന്നെയാണ് അല്ലേ? അപ്പം ആലോചിക്കേണ്ടത് എന്താ കുടുംബം എന്ന് പറയുന്നത്? ഈ കുടുംബത്തിൻ്റെ മഹാത്മ്യം എന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തിൻ്റെ കുടുംബ ചരിത്രം കിട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? അത് നമ്മൾ പഠിക്കേണ്ടേ. പ്രവാചകനായ ആദം നബി അലൈഹി ഇസ്ലാം, ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാം, ആദ്യ മാതാവായ ഹവ്വാ ബീവിയിൽ നിന്ന് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ആ കുടുംബ വൃക്ഷം വളർന്നു വലുതായി നിങ്ങളൊരാണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിവിധ സമുദായക്കാരും വിവിധ നിറങ്ങളിലുള്ളതും വിവിധ ഗോത്രക്കാരുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. എന്താണ് കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നതും? അള്ളാഹുവിൻ്റെ അർശിൻ്റെ അല്ലേ സിംഹാസനത്തിനെ പോലും കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടായാൽ അത് ബാധിക്കുമെന്ന് പറയുന്ന ആ അവസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത് ഈ കുടുംബം എങ്ങനെയാണ് വളർന്നു വലുതായിട്ടുള്ളത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ കുടുംബത്തിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് കുടുംബം എന്ന് പറയുന്ന ആ മഹത്തായ ആ വൃക്ഷത്തിലേക്ക് കയറി വരുമ്പം വിശുദ്ധ ഖുർആൻ സൂറത്തു നിസയിലെ 1-ാമത്തെ ആയത്തെടുത്തു പറയുന്നുണ്ട്, അള്ളാഹുവാണ് ആണിൽ നിന്നും പെണ്ണിൽ നിന്നും വിവിധ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്നത് വെച്ചുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതിലൊന്ന്, നിങ്ങൾക്ക് ആരെ കല്യാണം കഴിക്കാം, ആരെ കല്യാണം കഴിക്കണ്ട എന്ന് മതം പറയുന്നുണ്ട്. അതോടൊപ്പം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സ്നേഹത്തോടു കൂടി ജീവിക്കേണ്ടത്, ഒരാണും പെണ്ണും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത്, കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പം, ഒരു പെണ്ണിനെ ഏറ്റെടുത്ത് കൊണ്ടുവരുമ്പം വെറുതെ അങ്ങ് കൊണ്ടുവരികയല്ല, അവൾക്ക് അനുയോജ്യമായിട്ടുള്ള മഹർ നൽകണേ എന്ന് പറയുന്ന വ്യവസ്ഥ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. കൂടാതെ കല്യാണം കഴിച്ചു എന്ന കാരണത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഉപ്പയെ, നിങ്ങളുടെ ഉമ്മയെ ഒഴിവാക്കണമെന്നല്ല, ചേർത്തു പിടിച്ച് ബാപ്പ ഉമ്മമാരെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതും മതം മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അവരെ വളർത്തേണ്ട രീതിയെക്കുറിച്ചും മതം മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്. അവസാനമായി വാർദ്ധക്യത്തിൻ്റെ അങ്ങേ അറ്റ അവശതയിലേക്ക് വന്നു കഴിഞ്ഞാലും ആ മക്കളെ എങ്ങനെയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് എന്ന കാര്യത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കേണ്ടത് കുടുംബമാണ്, രണ്ടു മനുഷ്യരാണ്, രണ്ട് സാഹചര്യങ്ങളാണ്. ഇണക്കവോ പിണക്കവോ വന്നു കഴിഞ്ഞാൽ വിവാഹമോചനം എന്ന പ്രക്രിയയിലേക്ക് മനുഷ്യൻ പോവുകയാണെങ്കിൽ തന്നെ
എങ്ങനെയാണ് അതിനെ മനോഹരമായി കൊണ്ടുപോകേണ്ട രീതികളെക്കുറിച്ചും മതം സംസാരിച്ചിട്ട് അനന്തരാവകാശത്തിനെക്കുറിച്ച്, സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യത്തിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്ന വലിയ മതത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ സംഗമത്തിലും നമ്മൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച്, കുടുംബത്തിനെ അറിയുന്നതിനെക്കുറിച്ച്, കുടുംബത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് കുടുംബം ഉണ്ടായത് എന്നുള്ളതാണല്ലേ. അപ്പോൾ നമ്മൾ അറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ച വാചകമുണ്ട്. മനുഷ്യൻ ജനിക്കുന്നത് വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വർഗ്ഗങ്ങളായിട്ടാണ് കേട്ടോ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഈ VP കുടുംബത്തിലെ തലമുതിർന്ന അംഗങ്ങളുടെ ഇടയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലൊരു സംസാരം ഉണ്ടാവും. എന്താ സംസാരം എന്ന് പറയുന്നത്? നമ്മുടെ കുട്ടികൾക്ക് കല്യാണം വേണ്ട, കുടുംബമായിട്ട് ജീവിക്കേണ്ട, കുടുംബത്തിനോട് താല്പര്യമില്ല, എല്ലാത്തിനും ഒരു മടുപ്പ് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡോക്യുമെൻ്ററിലൂടെ കടന്നുപോയപ്പം നമ്മളെ പഴയ കാലഘട്ടത്തിൽ ഉമ്മാമ്മ കല്യാണം കഴിച്ച പ്രായത്തിനെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല ഉമ്മമാരും പറയുന്ന വാക്കെന്താ അറിയോ? ഉപ്പാൻ്റെ കൂടെ കൂടിയത് 12ാമത്തെ വയസ്സിലാണ്, ഉപ്പാൻ്റെ കൂടെ കൂടിയത് 10ാമത്തെ വയസ്സിലാണ്, ഉമ്മ കൂടെ കൂടിയിട്ടുള്ളത് 11ാമത്തെ അല്ലെങ്കിൽ 14ാമത്തെ വയസ്സിലാണ്. ഇന്ന് നമ്മുടെ മക്കളോട് വിവാഹത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ഉമ്മ 24 ഒന്ന് കഴിഞ്ഞോട്ടെ, 22 ആയിക്കോട്ടെ, എനിക്കൊരു ജോലി ആയിക്കോട്ടെ. കുടുംബത്തിനെ കുറിച്ച് നമ്മുടെ മക്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ള ചിന്ത ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ ആമുഖമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. അവർ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഒന്ന്, കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമത്തമാണ്. പുറത്തേക്ക് പോകാൻ സമ്മതിക്കൂല, ജോലി ചെയ്യാൻ സമ്മതിക്കൂല, സമ്പത്തുണ്ടാക്കാൻ സമ്മതിക്കൂല, സംസാരിക്കാൻ പറ്റൂല, ഒന്നും മിണ്ടാൻ പറ്റാത്ത എൻ്റെ സ്വാതന്ത്ര്യത്തിന് അടച്ചു കെട്ടുന്നതാണ് എൻ്റെ കുടുംബജീവിതം എന്ന് ചിന്തിക്കുന്നതാണ് ഇന്നത്തെ ന്യൂജൻ തലമുറ എന്ന് പറയുന്നത്. അങ്ങനെയാണോ ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സംസാരിക്കുന്ന രീതി തന്നെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് അത് വഴി ഞാൻ സംസാരിക്കാം. എന്നിട്ട് അവർ പറയുന്നുണ്ടല്ലോ, ഉമ്മ എന്തിനാ കല്യാണം കഴിച്ച് ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? എന്തിനാ ഈ കുടുംബത്തിലെ വാപ്പാൻ്റെയും വെല്ലിപ്പാമ്മൻ്റെയും ഉമ്മാമ്മൻ്റെയും ഒക്കെ കഷ്ടപ്പാടുകൾ ഉമ്മ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നിമിഷം നമുക്ക് ഈ കുടുംബജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പം അവിടെയാണ് നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്നേഹവും നമ്മുടെ ഇടപെടലുകളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ചേർത്തുപിടിക്കലും നമ്മുടെ ആശയവിനിമയവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയണമെന്ന് പറയുന്നത്. അമ്മമാരെ സൂചിപ്പിക്കുന്ന വിഷയത്തിൽ ഉദ്ദേശിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞത് ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഒരാണ് ഒരു പെണ്ണ് അല്ലേ. എന്താ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ആണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച രീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവനെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. ആണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുണ്ട് അല്ലേ, ഏതു മേഖലകളിലേക്കും ഓടാനും ചാടാനും കായിക ബലശേഷിയുള്ള നല്ല ഒരു പേശി ഫലമുള്ള അധ്വാനത്തോടു കൂടിയ കപ്പാസിറ്റിയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾ ആശ്രയത്തിൻ്റെ, വിധേയത്വത്തിൻ്റെ, അനുസരണത്തിൻ്റെ, ക്ഷമയുടെ. എന്നിട്ട് പറയുകയാണ് ഗർഭം ധരിക്കാനും പ്രസവിക്കാനും മുലയൂട്ടാനും പറ്റുന്ന ശാരീരിക ഘടനയോട് കൂടിയിട്ടാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും വളർന്ന് വലുതായി വരുമ്പം ഏകദേശം 9 വയസ്സാകുമ്പം പെൺകുട്ടിയുടെ ശാരീരിക, മാനസിക, വൈകാരിക, ബുദ്ധിപരമായ വികാസത്തിലുണ്ടാകുന്ന വ്യത്യാസം, അതോടൊപ്പം തന്നെ നമ്മുടെ ആൺകുട്ടിയിലുണ്ടാകുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ബുദ്ധിപരമായിട്ടുള്ള വികാസങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും അത് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയായിരിക്കുമല്ലോ. പെൺകുട്ടിയുടെ ശാരീരികമായിട്ടുള്ള വികാസത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ആർത്തവം ഏകദേശം 11 വയസ്സിൻ്റെയോ 15 വയസ്സിൻ്റെ ഉള്ളിൽ ആരംഭിക്കുകയും അതിനുശേഷം അവളൊരു പെൺകുട്ടിയായി വരികയും
അതേ സമയത്ത് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മീശ മുളക്കുകയും അതേപോലെ താടിരോമങ്ങൾ മുളക്കുകയും ആദ്യത്തെ സ്ഖലനങ്ങൾ സംഭവിക്കുകയും അവനൊരാണായി പെണ്ണായി എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ആണിനെ പെണ്ണിനെ ആകർഷിക്കാനും പെണ്ണിനെ ആണിനെ ആകർഷിക്കാനുള്ള വഴികൾ അവരുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിലും അതും പറയുകയാണ്, നിങ്ങൾക്ക് നേരായ മാർഗമുണ്ട്, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അങ്ങ് പോവില്ല കേട്ടോ. അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ വിവാഹം കഴിച്ചോ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വമിൻ ആയാതി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മബദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വലിയ ദൈവീകമായിട്ടുള്ള ദൃഷ്ടാന്തം. എന്താ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? രണ്ട് ചുറ്റുപാടിൽ, രണ്ട് സാഹചര്യത്തിൽ, രണ്ട് ബാപ്പ ഉമ്മമാർ വളർത്തി വലുതാക്കിയ രണ്ട് മക്കൾ വിവാഹം കഴിക്കുമ്പം അവരുടെ ശരീരത്തിന് വ്യത്യാസങ്ങളുണ്ട്, മനസ്സിന് വ്യത്യാസങ്ങളുണ്ട്, സ്വഭാവത്തിന് വ്യത്യാസങ്ങളുണ്ട്, പെരുമാറ്റത്തിന് വ്യത്യാസങ്ങളുണ്ട്, സാഹചര്യങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പം തന്നെ ആ കല്യാണം കഴിക്കുന്നതിന് കാരണത്തെക്കുറിച്ച് പറയാൻ ലിതസ്കുനൂട്ടോ, നിങ്ങൾക്ക് സമാധാനം കിട്ടണം. വജഅല ബൈനക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ആരാണ് ആ സ്നേഹം നൽകുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നത് എന്താ അറിയോ? മബദ്ദത്തൻ വറഹ്മ, സ്നേഹവും കാരുണ്യം ഉണ്ടാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് എന്നുള്ളതാണ്. അപ്പം ഈ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രക്രിയയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുമ്പം അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞൊരു വാക്യമുണ്ട്, മീസാക്കൻ അലില്ലാഹ്, ബലിഷ്ഠമായ കരാറിൻ്റെ പേരിലാട്ടോ ഒരു പെൺകുട്ടി എങ്ങനെ ഏറ്റെടുക്കുന്നത്. 18 വയസ്സുവരെ വളർത്തി വലുതാക്കിയ ഒരു പെൺകുട്ടിയെ, അല്ലേ, നമ്മുടെ നാട്ടിൽ പെൺകുട്ടിയുടെ വിവാഹ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 18 വയസ്സാണ് നിയമപ്രകാരം, അല്ലേ. അപ്പോൾ പഴയ കാലത്തെ കല്യാണത്തിനെ കുറിച്ചല്ല, ഇപ്പം ശൈശവ വിവാഹ നിരോധന നിയമം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കുട്ടിയുടെ വിവാഹ പ്രായം എന്ന് പറഞ്ഞത് പെൺകുട്ടിയുടേത് 18ഉം ആൺകുട്ടിയുടേത് 21 ആ 18 വയസ്സ് വരെ വീട്ടിൽ വളർത്തി വലുതാക്കിയ കുട്ടിക്ക് ഇനി ഭക്ഷണം കൊടുക്കാത്ത വകയില്ലാത്തത് കൊണ്ടല്ലല്ലോ, ആ കുട്ടിക്കുള്ള അവളുടെ ചെലവ് വഹിക്കാനുള്ള വകയില്ലാത്തത് കൊണ്ടല്ലല്ലോ, അതേപോലെ തന്നെ ആ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പര പൂരകങ്ങളാണ്, അവരെ ചേർത്തു പിടിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ് മതത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ആ കുടുംബത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മീസാക്കൻ അലിയുള്ള ഒരു വലിയ നിക്കാഹ് നടക്കുമ്പോൾ, അല്ലേ, നമ്മൾ പറയല്ലോ, ഒരു കവി അദ്ദേഹത്തിൻ്റെ കവിതയിൽ സൂചിപ്പിച്ചതുപോലെ വിവാഹത്തിന് ശേഷം, നിക്കാഹിന് ശേഷം സ്ത്രീ പുരുഷന്മാർ അവരുടെ കൈകൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ഒരു വൈദ്യുത കമ്പനം സൃഷ്ടിച്ചതുപോലെ അവർക്കത് പ്രകടമാകുമെന്നുള്ളതാണ്. ഇതുവരെ തൊട്ടു നോക്കിയിട്ടില്ലാത്ത ഒരാണും പെണ്ണും അവർ തമ്മിൽ സ്പർശിക്കുമ്പം ഒരു കമ്പനം പോലെ അവർക്ക് തെളിവായി വരുമെന്ന് പറയുന്നത് പോലെ അത്രയും മാന്യമായിട്ടുള്ള ഒരു രീതിയാണ് ഇസ്ലാമിൻ്റെ വിവാഹ രീതി എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ടല്ലോ, എന്താ അത് പറയുന്നത്? ഞാൻ പറഞ്ഞു, ആ ഉപ്പാൻ്റെ കയ്യിൽ നിന്നൊരു പെൺകുട്ടിയെ ഏറ്റെടുക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ? നിങ്ങളെ മോളെ ഞാൻ എടുത്ത് നോക്കിക്കോളാം. ഏതെല്ലാം വിധത്തിലാണ്? സ്നേഹം നൽകിക്കൊണ്ട്, കരുണ നൽകിക്കൊണ്ട്, അല്ലേ, അതേപോലെ തന്നെ ചേർത്ത് പിടിച്ച് അവൾക്ക് ആവശ്യമുള്ള മുഴുവൻ അവകാശങ്ങളും നൽകാമെന്നതിൻ്റെ പേരിലാണ് ഒരാണ് പെണ്ണിനെ ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സദസ്സിലേക്ക് സഹാബാക്കൾ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകർ കൊടുക്കുന്ന മറുപടി ഉണ്ട്. 5 കാര്യങ്ങളാണ് പറയുന്നത്. നീ ആഹരിക്കുന്നുവെങ്കിൽ അവളെയും ആഹരിപ്പിക്കുക, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കുക, നീ ബെഡ്റൂമിൽ നിന്നല്ലാതെ പിണങ്ങി നിൽക്കരുത്, മുഖത്തടിക്കരുത്, അസഭ്യം പറയരുത്. 5 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും വളർത്തി വലുതാക്കിയ കുടുംബഘടനയിൽ നിന്ന് നമ്മുടെ കുട്ടികൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതില്ലേ? കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ നമ്മളെങ്ങനെ വലിച്ചെടുക്കും? എങ്ങനെയാണെന്നറിയോ? ഉമ്മ ഉപ്പാനോട് പെരുമാറുന്നത്, ബാപ്പ ഉമ്മയോട് പെരുമാറുന്നത്, ഉമ്മാമ്മ ഉപ്പാപ്പയോട് പെരുമാറുന്നത്, മക്കൾ ഉമ്മയോട് പെരുമാറുന്നത്. നമ്മുടെ ഒക്കെ വിചാരം എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ വലിയ ശബ്ദത്തിൽ സംസാരിക്കണം എന്നുള്ളതാണ്.
അല്ലേ? ചെവി കേൾക്കാത്ത പോലെയാണ് നമ്മൾ സംസാരിക്കുക. സംസാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കുടുംബജീവിതത്തിനെ അതിലും മനോഹരമാക്കി ഇനി പറയാൻ പറ്റാത്ത വിധത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ കൃഷിയിടമാണ്. ഹുന്ന ലിബാസുലക്കും വഅന്ന ലിബാസുലഹുന്ന. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണ്. എന്താ വസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള എത്ര വസ്ത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യനെ എല്ലാം അറിയുന്ന, ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന്, പോരായ്മകളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന, എവിടെയും ഉപേക്ഷിക്കാൻ കഴിയാത്ത, മനുഷ്യ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന വസ്ത്രത്തിനെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഇനി വെറുതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ മഹർ കൊടുത്ത് വിവാഹത്തോടുകൂടി ഏറ്റെടുത്ത് കൊണ്ടുവന്നുള്ള അവൾക്ക്, എൻ്റെ ഇണക്ക് ഇസ്ലാം ഒരിക്കൽ പോലും ഭാര്യ എന്ന പദമോ ഭർത്താവ് എന്ന പദമോ ഉപയോഗിക്കാതെ സൗജ്, ഇണയാകണേ എന്നുള്ളതാ. ഇണയാവുക എന്ന് പറയുമ്പോൾ നമ്മൾ ചവച്ചരച്ച് കട്ടിയായി ഉമിനീറിൽ ഒട്ടി നിൽക്കുന്നത് പോലെയുള്ള ആ ഇണക്കമുണ്ടാകണേ എന്ന് പഠിപ്പിക്കുന്നതാണ് കുടുംബജീവിതത്തിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദമ്പതിമാരോട്, ഉപ്പമാരോട്, ഉമ്മമാരോട്, എല്ലാ ദമ്പതിമാരോടും ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നമുക്ക് പറയാൻ പറ്റണം, ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ തുണയാകണം എന്നുള്ളത്. ചില ആൾക്കാർ പറയല്ലോ, ഭാര്യമാരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്ന കാര്യമുണ്ട്, നിങ്ങളെ കൂടെ എന്നാ വന്നത്, അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാത് ഇല്ലേ. ചിലപ്പം ദേഷ്യം പിടിക്കുമ്പം പറയുന്ന വാക്ക. ചിലപ്പോൾ ഭാര്യമാർ തിരിച്ചും പറയും ഭർത്താക്കന്മാരോട്, എന്താ പറയുക, എൻ്റെ മനുഷ്യ ഒരു സ്വാതന്ത്ര്യം തന്നൂടെ, ഒന്ന് മിണ്ടാതിരുന്നൂടെ, ഒന്ന് ഇടങ്ങേറാക്കേണ്ടതുണ്ടോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലുള്ള മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ അറിയുക, നമ്മൾ മതം പറഞ്ഞ ആ രീതിയിലാണോ നമ്മുടെ കുടുംബജീവിതത്തിനെ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ജനറേഷൻ സെഡ് എന്ന് പറയുന്ന വിഭാഗക്കാർ പറയുമായിരുന്നില്ല, കല്യാണം വേണ്ട, കുടുംബജീവിതം വേണ്ട, ഇനിയും മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമായിരുന്നില്ല എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഇന്നത്തെ കാലഘട്ടത്തിലെ ശ്രദ്ധയിൽ പറയുവാണ്. ഇപ്പോൾ ഒരു പക്ഷേ ബാപ്പമാർക്ക് ഉമ്മമാർക്ക് കണ്ടാൽ പറയാനുള്ളൊരു വാക്ക് എന്താണെന്നറിയോ? മോള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല, മോന് പെണ്ണ് കെട്ടാൻ തയ്യാറായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പുറനിറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള വാർത്തകളായിരുന്നു പത്രത്തിൽ വന്നതെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? പുറനിറഞ്ഞിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടികളെ കുറിച്ചാണ്. 2024 വന്ന ഒരു ന്യൂസ് പ്രകാരം കേരളത്തിൽ 1,10,000 ആൾക്കാർ ഒരു വർഷം വിവാഹം കഴിക്കുമ്പോൾ ഏകദേശം 30,000 ആൾക്കാർ വിവാഹമോചനം ചെയ്യുന്നുണ്ടത്രേ. വലിയ സംഖ്യ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവാഹമോചനത്തിലേക്ക് പോകുന്ന വലിയൊരവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയുക, നമ്മൾ കുടുംബജീവിതത്തിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് വരണം. അപ്പോൾ ചില ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ചോദിക്കാറുണ്ടാവും, ഞങ്ങളൊക്കെ കല്യാണം കഴിച്ചപ്പോൾ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടാണോ? അല്ലല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാലും ബാപ്പന്മാരും ഉമ്മമാരും എന്താ പറയുക, അത് പിരിയേണ്ട ആവശ്യമില്ല, കാരണം 2-3 മക്കളായില്ലേ. പക്ഷെ ഇന്നത്തെ മക്കൾ നമ്മളോട് പറയുന്നൊരു വാക്ക് എന്താണെന്നറിയോ? സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കട്ടെ, എന്നിട്ട് മതി കല്യാണം. എൻ്റെ കയ്യിലൊരു 10,000 രൂപയുണ്ടെങ്കിൽ എനിക്കതു മതി ജീവിക്കാൻ എന്ന് വിശ്വസിച്ച് ഡൈവോഴ്സിൻ്റെ പേരിൽ കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ കരച്ചുകൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും കുടുംബത്തിലെ ക്ഷമയുണ്ടാക്കേണ്ട ആവശ്യകതയെ പറഞ്ഞു കൊടുക്കാനും നമ്മൾ സന്നദ്ധരായിരിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ അവരെ ബഹുമാനത്തോട് കൂടിയിട്ട് ആദരിക്കേണ്ട രീതിയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന് പഠിപ്പിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് പഠിപ്പിക്കുന്നതെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിക്കുക, ആയിഷ ബീവിനെ കുറിച്ച് ചോദിക്കുക, നിങ്ങളുടെ പ്രവാചകൻ എങ്ങനെയായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രവാചകർ കൊടുത്ത മറുപടി എന്താ പറയുക? ആയിഷ ബീവി കൊടുത്ത മറുപടി, എൻ്റെ പ്രവാചകൻ എൻ്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. എന്തെല്ലാം കാര്യത്തിൽ? ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കൂടെ നിന്ന് സഹകരിച്ചു കൊടുക്കാൻ, ആടിനെ കറക്കാൻ, ചെരുപ്പ് തുന്നിക്കൊടുക്കാൻ എൻ്റെ പ്രവാചകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം ആയിഷ ബീവിനെ കുറിച്ച് നമുക്കറിയാം ആയിഷ ബീവി ആരാ എന്നുള്ളത്.
2000-ഓളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു പണ്ഡിത എന്നുള്ള നിലയിൽ ആയിഷ ബിബി കാണിച്ച ആ ഒരു മതത്തിൻ്റെ ഐശ്വര്യവും അതിൻ്റെ വെളിച്ചവും നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു അൻഹ കാണിച്ചു തന്ന ഒരു വഴി. അതേ ആയിഷ റളിയല്ലാഹു അൻഹയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ വീട്ടിൽ നിന്ന് മറ്റൊരു ഭാര്യ ഒരു പാനപാത്ര പായസവുമായിട്ട് വരുമ്പം തട്ടി മാറ്റിയിട്ട് പാത്രം പൊട്ടിച്ചെറിഞ്ഞപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകരെ ആയിഷ ബിയുടെ മുഖത്തേക്ക് നോക്കി എന്താ പറഞ്ഞത്? എന്തിനെ ആയിഷ പൊട്ടിച്ചു എന്നതല്ല, കൊണ്ടുവന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താ പറഞ്ഞത്? നിങ്ങളുടെ ഉമ്മാക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ കയ്യിൽ നിന്നങ്ങാണ്ട് ഒരു പാത്രം വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമാകുന്ന ഉപ്പമാർ ഉമ്മമാർ വിളിക്കുന്ന പദങ്ങളുടെ അർത്ഥങ്ങൾ എന്താണ്? ഏത് വിധത്തിലാ അതിസംബോധന ചെയ്യുന്നതെന്ന് ആലോചിച്ചു. 1400 വർഷങ്ങൾക്ക് മുന്നേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കുടുംബജീവിതത്തിന് മനോഹരമായി ദേഷ്യം വന്നാലും ക്ഷമിക്കേണ്ട രീതിയെക്കുറിച്ച് കാണിച്ചിട്ടാണ് പറഞ്ഞത് ചേർത്തു പിടിക്കണം എന്നുള്ളത്. ആയിഷ ബീവി അടിക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ അടുത്ത് വന്നപ്പം ബാപ്പാക്ക് അടിക്കാനുള്ള അധികാരം കണ്ട് ഓടി വന്ന് പ്രവാചകനെ കെട്ടിപ്പിടിച്ചപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ നിന്നെ ഞാൻ സംരക്ഷിച്ചില്ലേ എന്നുള്ളത്. അപ്പം നമ്മൾ അറിയുക ഇത്രമാത്രം മനോഹരമായിട്ടുള്ളൊരു കുടുംബ ജീവിതമാണ് ആർക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് കുടുംബ ജീവിതത്തിലായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. രണ്ടാമത് കുടുംബജീവിതത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയേണ്ടത് 3 ഭാഗങ്ങളെ നിങ്ങളുടെ ഈ ഡോക്യുമെന്റിന്റെ അവസാനങ്ങൾ 4 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഒന്ന്, മക്കളെ കാക്കണേ, കുടുംബത്തിനെ കാക്കണേ, വാർദ്ധക്യമുള്ള വൃദ്ധരെ കാക്കണേ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കണേ. അപ്പം ഞാൻ ആ പോയിന്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരാണും പെണ്ണും കുടുംബപരമായി ജീവിക്കുമ്പം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊരു ഗർഭം ധരിക്കുന്നു. ആ ഗർഭത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതൊരു പെണ്ണും വിവാഹം കഴിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പമാരിങ്ങനെ ഉമ്മമാർ പുതുക്കം വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു വീട്ടിലും നടക്കുന്ന ഒരു ഇഷ്ടപ്പെടാത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, മനുഷ്യ നിനക്ക് സ്വർഗ്ഗം ലഭിക്കാൻ ഒരു കാര്യം ഉണ്ടായാൽ മതി. ഏതാ ഈ നല്ല കാര്യം എന്ന് പറയുന്നത്? സൽസ്വഭാവം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പല പെൺകുട്ടികളും അവരുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ എന്ന് അനുഭവിക്കണമെങ്കിൽ അവർ പറയുക ഇല്ലോസുമായിട്ടുള്ള പ്രശ്നങ്ങളാ. ആരാ ഇല്ലോസ് എന്ന് പറയുന്നത്? അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞിട്ടാ പല കുടുംബത്തിലും നടക്കുക. ഈ അടുത്തൊരു മോൻ വന്നിട്ട് പറഞ്ഞ വാക്കെന്തെന്നറിയോ? കല്യാണം കഴിച്ച് 2-3 മക്കളായി, ഇവളെ കൊണ്ട് എനിക്ക് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആരെയാ നോക്കേണ്ടത്? ഉമ്മാനെ നോക്കണോ, ഇവളെ നോക്കണോ, മക്കളെ നോക്കണോ? ആണുങ്ങളെ വല്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് എത്തുന്നൊരവസ്ഥയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഉമ്മമാരെ നിങ്ങൾ അറിയണം, നമ്മളൊക്കെ മരുമകളായി വന്നവരാ. അമ്മായിയമ്മമാർക്കുള്ള പരിഭവം എന്താണെന്നറിയോ? ഒരു പക്ഷേ 1990കളുടെ കാലഘട്ടത്തിൽ ജീവിച്ച അമ്മായിയമ്മമാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അമ്മി നിങ്ങൾക്ക് പ്രയാസമായിരുന്നു, അലക്കാൻ കല്ലുകൾ നിങ്ങൾക്ക് പ്രയാസമായിരുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാർ വീടുകളിൽ ഒന്നും ചെയ്തു തരില്ലായിരുന്നു. പക്ഷേ 2000-ന് ശേഷമുള്ള കുടുംബജീവിതത്തിലെ ഇണകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഉപ്പമാർ സഹായിക്കും, ചായ ഉണ്ടാക്കാൻ സഹായിക്കും, ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കും, ചേർത്ത് പിടിക്കാൻ സഹായിക്കും, എല്ലാ പാചകങ്ങൾക്കും സഹായിക്കുമ്പോൾ പ്രായം ചെന്ന വല്യമ്മ ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലടാ നീയിപ്പോൾ എങ്കോ എന്താനാ, നീയിപ്പോൾ എന്തിനാ ഓളെ സഹായിച്ചു കൊടുക്കണത്? അപ്പോൾ ചില ആൾക്കാർ പറയുന്നൊരു വാക്ക് എന്താ അറിയോ? അത് ഉമ്മാൻ്റെ അസൂയനോടല്ലേ എന്നുള്ളതാ. ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ പ്രവാചകരുടെ ചരിത്രം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മളെപ്പോലെ ബിരിയാണിയോ കുഴിമന്തിയോ നെയ്ച്ചോറോ പത്തിരിയോ ഇതൊന്നുമല്ല കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയത്. അവിടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മുന്തിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാണ് എന്തിനാ ആ കുടുംബത്തോട് ചേർന്ന് ഓടാനും കളിക്കാനും ചാടാനും ഒക്കെ സഹായിച്ചു കൊടുത്തത് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന ഇണക്ക് ഒരു ബുദ്ധിമുട്ടും വരരുതേ എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് നമ്മൾ ആലോചിച്ച് നോക്കണേ, ആ വന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന അവസ്ഥ വെച്ചിട്ട് നമ്മുടെ മക്കൾ ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക, ഒറ്റക്കാക്കാൻ പറ്റില്ല. ഇന്നത്തെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രസവിച്ച് കഴിഞ്ഞാൽ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഞാൻ പ്രസവിച്ചോളാം, രാത്രി ഉറക്കൊഴിഞ്ഞ് കുട്ടി ഞങ്ങൾ നോക്കുമോ, 50-50 ആക്കാം. നമ്മളെ വലിയപ്പന്മാർക്ക് അത് പരിചയം പോലും ഉണ്ടാവില്ല. ഉമ്മ ഉറക്കൊഴിഞ്ഞിരുന്നതിന് അവർക്ക് പരിചയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാര്യത്തിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർത്തു പിടിക്കലിൻ്റെ ആ ഭാഷ അല്ലേ, ഞാൻ എൻ്റെ
നിൻ്റെ കൂടെ, എന്തുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്ന് പറയുന്ന ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത് വഹിനൻ അലാ വഹിനിൻ, പ്രയാസത്തിനു മേൽ പ്രയാസം. എന്നിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഒരു വിഷയമുണ്ട്. ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷമാണോ എൻ്റെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന 4 മക്കൾക്കും ഉണ്ടായ അസുഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്? സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു നേരത്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ പറയും നന്നായിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ പറയും നീ എന്തിനാ ഇത്ര അധികം ചോറുണ്ടാക്കിയത്? ഒരു പക്ഷേ അരി എടുക്കുന്ന അളവ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഉമ്മ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തിനാ നീ അത്ര അധികമുള്ള അരി എടുത്തു വെച്ചത് എന്നുള്ളത്. എന്തിനും ഏതിനും നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു സമയത്ത് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഈ മരുമകൾ പറയുന്നുണ്ട്, 10 വർഷക്കാലം ഞാൻ എൻ്റെ ഉമ്മയോട് മറുത്തൊന്നും സംസാരിച്ചിട്ടില്ല. 11ാമത്തെ വർഷം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നപ്പം പറഞ്ഞു മടുത്ത് ഞാൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് മകൻ അറിയുന്നത് ഇവൾക്ക് ഇത്ര വലിയ വേദനകളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അമ്മായിയമ്മമാരോടും മരുമക്കളോടും പറയാണ്, ഒന്ന് ആരും ആരെയും ഭരിക്കേണ്ടവരല്ല, ചേർത്തു പിടിക്കാൻ പറ്റണം നമുക്കില്ലേ. പുതുക്കം വരുന്ന ആദ്യത്തെ ദിവസം ചേർത്തു പിടിച്ച് സംസാരിച്ചതുപോലെ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് മകളെ മരുമകളായി കാണുന്നതിന് പകരം സ്വന്തം മകളായി കണ്ടു കഴിഞ്ഞാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെന്നുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അല്ലേ, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് ആൺകുട്ടിയെ നൽകുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് പെൺകുട്ടികളെ നൽകുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമുക്ക് ഒന്നും നൽകാതിരിക്കുന്നതും. അപ്പോൾ ചില ആൾക്കാർ പെൺകുട്ടികളെ മാത്രം പ്രസവിക്കുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് സംസാരം തുടങ്ങും, ഇതെന്താ അപ്പോൾ ഇങ്ങനെയൊക്കെ, ഇവർക്ക് ആൺകുട്ടികളൊന്നും ഉണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ചത് നമ്മുടെ കയ്യിൽപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. കാരണം XS ക്രോമസോമും XY ക്രോമസോമും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുക എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെ വളർത്തേണ്ട രീതികളെക്കുറിച്ച് നമ്മൾ അറിയണം. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന ശൈലി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. യാബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ എന്നുള്ളതാ. മനുഷ്യർ ഈ ലോകത്ത് വന്ന മുഴുവൻ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്നേഹ, എന്നെ ചേർത്ത് പിടിക്കണം കേട്ടോ, എന്നോട് സംസാരിക്കണം കേട്ടോ, എന്നെ കരുതണം കേട്ടോ. പക്ഷെ നമ്മുടെ ഒക്കെ ശീലങ്ങൾ എന്താ? ആദ്യത്തെ 5 വയസ്സ് വരെ കുഞ്ഞ് വളർന്ന് വലുതായി സംസാരിക്കുകയും ചിരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ആ 5 വയസ്സിൽ ചേർത്തു പിടിക്കൽ ഭയങ്കര ഗുണം ചെയ്യും അല്ലേ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ 9 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വയ്ക്കാൻ, ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് സംസാരിക്കാൻ, മക്കളെ നിനക്ക് ഇഷ്ടമല്ലേ, സുഖമല്ലേ, പ്രശ്നം എന്ത് എന്ന് ചോദിക്കാൻ, അവരുടേതായിട്ടുള്ള ഭാഷയിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരണ്ടേ. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന അഡോളസെൻ്റിൻ്റെ പീരീഡിൽ ഈ അഡോളസെൻ്റ് കാലഘട്ടത്തിലെ കുട്ടികളെ മനസ്സിലാക്കുമ്പം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലേ. നമ്മൾ വലിയ ജനറേഷൻ ഡിസ്റ്റൻസിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളെ സംസാരിക്കുന്ന ഭാഷ നമുക്കറിയില്ല, അവരുടെ വൈബ് നമുക്കറിയില്ല. നമ്മൾ സംസാരിച്ചാൽ പറയും അത് തള്ള വൈബാ, തന്ത വൈബാ. കല്യാണം കഴിക്കുന്ന പ്രായത്തിനെ കുറിച്ച് വെറുതെ മക്കളോട് നിങ്ങൾ ചോദിച്ചോക്കെ അവർ പറയും നിങ്ങളെ മാതിരി 10, 12, 14 വ്യത്യാസമുള്ള ആൾക്കാരൊന്നും കല്യാണം കഴിക്കാൻ കഴിയൂലട്ടോ, 3, 4 വയസ്സ് വ്യത്യാസം മതി, അതാ കല്യാണം കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന ന്യൂജൻ മക്കളാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ളത്. അപ്പോൾ അവരുടെ ഭാഷ, അവരുടെ സംസാരം, അവരുടെ ചിന്തകൾ, നമുക്കാണോ ബുദ്ധി കൂടുതൽ, നമ്മുടെ മക്കൾക്കാണോ ബുദ്ധി കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ 2000-ന് ശേഷമുള്ള ആഫ്റ്റർ ദി കോവിഡിന് ശേഷമുള്ള മക്കളെ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് നമ്മളെ കുട്ടികളിലേക്ക് എത്തിയിട്ടുള്ളത്. ചിന്താപരമായി, ബുദ്ധിപരമായി, സാങ്കേതിക വിദ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ എത്രയോ കാര്യങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടത്തിലുള്ള മക്കളാണ് നമ്മുടെ മക്കളിൽ. അതുകൊണ്ട് തോറ്റുകൊടുത്തേ മതിയാവൂ. അറിയാത്ത കാര്യങ്ങളുണ്ട് പറയുക, ഉമ്മാക്ക് പഠിപ്പിച്ചിരണേ, ഉപ്പാക്ക് പഠിപ്പിച്ചിരുന്നേ, ഉമ്മ അറിയാത്തതുകൊണ്ടാട്ടോ ചോദിച്ചത് എന്നുള്ള നമ്മുടെ ആ വിനയത്തിൻ്റെ മനസ്സുണ്ടല്ലോ, അത് കാണുമ്പോൾ കുട്ടികൾ പറയും. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ വിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനും കുറിച്ച് സംസാരിക്കുന്നത് യാബുനയ്യ, ഇസ്മായിലെ അല്ലേ, ആ എൻ്റെ പൊന്നുമോനെ എന്നാ വിളിക്കുന്നത്. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മളെ മക്കളെ വിളിക്കുന്ന ശൈലി ഏതാ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണുരുട്ടി ചീത്ത പറഞ്ഞ് പേടിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞു മക്കളെ ചേർത്തു പിടിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്.